കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, വിവിധ രാജ്യങ്ങളിലെ എംബസിയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അവസാനമായി ഡോക്ടർ മൻമോഹൻ സിംഗിനെ യാത്രയാക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖർ മാത്രമല്ല മറ്റ് ഉദ്യോഗസ്ഥരും വിദേശ രാജ്യത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടേക്ക് നിഗംബോധ് ഘട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. യമുന തീരത്ത് അദ്ദേഹത്തിനുള്ള അന്ത്യവിശ്രമത്തിനായുള്ള ഇടം ഒരുക്കിയത് നിഗംബോധ് ഘട്ടിലാണ്. അദ്ദേഹത്തിന് അന്ത്യവിശ്രമത്തിനായുള്ള ഒരു ഇടം അത് ഒരുക്കിയിരിക്കുന്നത്. അവിടെയാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഇനിയുള്ള നാളുകൾ യമുന തീരത്ത് മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾ ജീവിക്കും. മറിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലൂടെയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന നയങ്ങളിലൂടെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമരനായി തുടരുമെന്നതും ഈ അവസരത്തിൽ എല്ലാവരും സ്മരിക്കുകയാണ്. 91 രാഷ്ട്രീയ പ്രവേശനം മുതൽ രാജ്യം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് കാലങ്ങൾ കഴിഞ്ഞാലും മൻമോഹൻ സിംഗിൻ്റെ സംഭാവനകൾ രാജ്യം ആദരവോടുകൂടി തന്നെ ഓർക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. രാജ്യം നേരിട്ട തൊഴിലില്ലായ്മ അത് ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത്, സാമ്പത്തിക മാന്ദ്യത്തിൽ കൂപ്പുകുത്തിയ ഇന്ത്യയെ പിടിച്ചുയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അതിലൂടെ ഇന്ന് ഈ കാണുന്ന തരത്തിലേക്ക് രാജ്യം വളരുന്നതിന് അദ്ദേഹം നൽകിയ അടിത്തറ, അതെല്ലാം ഈ ഒരു അവസരത്തിൽ നേതാക്കൾ മതാചാരപ്രകാരം ആണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ ഓർമ്മയിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം എക്കാലത്തും സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നമ്മുടെ ഭാവി തലമുറ അവരുടെ പൊതുമനസാക്ഷിയുടെ ഓർമ്മയിൽ ഡോക്ടർ സിംഗ് ഉണ്ടാകും. കാരണം ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന, ഇന്ത്യ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു പൗരനും 91 ഡോക്ടർ സിംഗ് രാജ്യത്തിന് വേണ്ടി അവതരിപ്പിച്ച ഉദാരീകരണ സാമ്പത്തിക നയത്തെ തള്ളിക്കളയാൻ കഴിയില്ല, അത് ഓർമ്മയിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല. മാറ്റത്തിന് സമയമാകുമ്പോൾ ഒരു ശക്തിക്കും അതിനെ തടയാൻ കഴിയില്ല എന്നാണ് 91 ഡോക്ടർ സിംഗ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബജറ്റ് അവതരണത്തിൽ അദ്ദേഹം പറഞ്ഞത്. ആ മാറ്റത്തിന്, ഒരിക്കലും ആർക്കും തടുക്കാൻ കഴിയാത്ത വലിയ മാറ്റം ആഗോളീകരണ, ഉദാരീകരണ, സ്വകാര്യവൽക്കരണ നയങ്ങളായി രാജ്യത്തിലെ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രി എന്ന നിലയിൽ. ഒരുപാട് വിമർശനങ്ങൾ അക്കാലത്ത് ഡോക്ടർ സിംഗിന് അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്നെങ്കിലും ആ സന്ദിഗ്ധ ഘട്ടത്തിൽ രാജ്യത്തെ കരകയറ്റാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം എന്ന നിലയിലാണ് ഡോക്ടർ സിംഗ് ഉദാരീകരണ നയങ്ങളെ അവതരിപ്പിച്ചത്. സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ മുറുമുറുപ്പുകളും വിമർശനങ്ങളും നേരിടേണ്ടി വന്ന ഡോക്ടർ സിംഗിന് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ മാത്രം കെട്ടിപ്പടുത്ത സാമ്പത്തിക അടിത്തറയെ, സമ്പദ്ഘടനയെ, ആശയങ്ങളെ അതിൽ മാറ്റം വരുത്താൻ വലിയ പിന്തുണ അക്കാലത്ത് കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ മൗന പിന്തുണയും പിന്നെ ഏതാനും ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുമായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിന് ഈ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഒരു നടപടികളിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ ലഭിച്ചിരുന്നത്. പക്ഷേ ഡോക്ടർ സിംഗ് ഉറച്ച ബോധ്യത്തിലാണ് അത്തരം നടപടികളിലേക്ക് കടന്നതും അത്തരം ഒരു ആശയം അവതരിപ്പിച്ചതും. രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം പോലെയുള്ള കടുത്ത ഭീഷണികൾ നേരിടുന്ന ഒരു ഘട്ടം, രാജ്യത്തിൻ്റെ പൊതുകടം GDPയുടെ 50% എത്തി നിൽക്കുന്ന സന്ദിഗ്ധമായ ഒരു ഘട്ടം, വിദേശ നാണയത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരു ഘട്ടം, നമ്മുടെ നിക്ഷേപങ്ങൾ ഇടിയുകയും പിൻവലിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടം. അങ്ങനെ എങ്ങനെയാണ് മുന്നോട്ടുള്ള വഴി എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ആ ഘട്ടത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ധനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പുതിയ ഘട്ടത്തെ
അതിജീവിക്കാൻ വേണ്ടിയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് ഉദാരവൽക്കരണം എന്ന ആശയത്തെ ഡോക്ടർ സിംഗ് കൊണ്ടുവരുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു തുറന്ന വിപണിയാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് അക്കാലത്ത് ഡോക്ടർ സിംഗ് നേരിട്ട ഒരു വലിയ വിമർശനം. പക്ഷേ അന്ന് ഡോക്ടർ സിംഗ് സ്വീകരിച്ച ആ പ്രായോഗികമായ നയസമീപനമാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകിയത്. അതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ അക്കാലത്തും ഇക്കാലത്തും ഉണ്ടാകുന്നുണ്ട്. സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ വിപണിയെ തുറന്നു കൊടുക്കുന്ന, ഉദാരീകരണത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ആശയങ്ങൾ രാജ്യത്തിൻ്റെ ഭദ്രതയെ ഇല്ലാതാക്കുമെന്നും രാജ്യത്തിൻ്റെ സ്വത്വത്തെ ഇല്ലാതാക്കുമെന്നും അത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ ഇടയാക്കും എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ അക്കാലത്ത് ഡോക്ടർ സിംഗിൻ്റെ ഈ നയമാറ്റത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് കാലം ആവശ്യപ്പെട്ട ഒഴിവാക്കാനാകാത്ത ഒരു പരിവർത്തനമായിരുന്നു, ഒരു പരിഷ്കാരമായിരുന്നു എന്നാണ് ഡോക്ടർ സിംഗ് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. ഒരു രാഷ്ട്രീയക്കാരനല്ലാതിരുന്ന ഡോക്ടർ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും 2 വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരണം നയിച്ചപ്പോഴും അദ്ദേഹത്തിന് പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതിൽ ഏറ്റവും ഒരുപക്ഷെ സിംഗിൻ്റെ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുണ്ടാവുക തൻ്റെ 2ാം UPA സർക്കാരിന് താൻ നേതൃത്വം കൊടുക്കുമ്പോൾ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളാണ്. വ്യക്തിപരമായി കളങ്കിതനല്ലാതിരുന്ന, വ്യക്തിപരമായി യാതൊരു വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളും നേരിട്ടിട്ടില്ലാത്ത, സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും മൂല്യബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ സിംഗിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ മനസ്സിനെ താങ്ങാവുന്നതിലും അധികമായിരുന്നു അക്കാലത്തെ വിമർശനങ്ങൾ. അങ്ങനെ വളരെ രൂക്ഷമായ ഭാഷയിലും മൂർച്ചയേറിയ വാക്കുകളിലും വിമർശനങ്ങൾ നേരിട്ടപ്പോഴാണ് ചരിത്രം കരുണ കാണിക്കും എന്ന ഒരു പ്രതീക്ഷ ഡോക്ടർ സിംഗ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ പ്രകടിപ്പിച്ചത്. വ്യക്തിപരമായ ഡോക്ടർ സിംഗിൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയാൽ ലാളിത്യമായിരുന്നു ആ ജീവിതത്തിൻ്റെ മുഖമുദ്ര. അദ്ദേഹം ഒരു ഘട്ടത്തിലും താൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ മേന്മ വിളമ്പിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമങ്ങളും ഡോക്ടർ സിംഗ് നടത്തിയിരുന്നില്ല. അത് ഒരുപക്ഷെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് താൻ നടപ്പാക്കി അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് വേണം എന്ന നിലയിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനപരതയിലോ, ഏതെങ്കിലും തരത്തിൽ അതിനെ അഡ്വർടൈസ് ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതിരുന്ന, അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്ന, തൻ്റെ തൊഴിൽ എന്താണ്, താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, തൻ്റെ കർത്തവ്യം എന്താണ്, അത് എത്രത്തോളം ന്യായമായും സത്യസന്ധമായും ജനോപകാരപ്രദമായും നിർവഹിക്കാം എന്നതിലായിരുന്നു ഡോക്ടർ സിംഗിൻ്റെ ശ്രദ്ധ. ഒരുപക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളുമൊക്കെ അതിൻ്റെ ശരിയായ മൂല്യത്തിൽ വിലയിരുത്തപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് പറയാം. അതുകൊണ്ടാണ് ചരിത്രം തന്നോട് ദയ കാണിക്കും എന്ന് ഡോക്ടർ സിംഗിന് അന്ന് പറയേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ വ്യക്തി സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ, അദ്ദേഹം കാര്യങ്ങളോട് പ്രതികരിച്ചിരുന്ന രീതി, ഇതൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. മൗനി ബാവയെന്നും സോണിയാഗാന്ധിയുടെ ഗാന്ധി കുടുംബത്തിൻ്റെ വിധേയനായി നിൽക്കുന്നയാളെന്നും ആജ്ഞാനുവർത്തി എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ നിരന്തരം ഡോക്ടർ സിംഗിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് അടുത്തു നിൽക്കുന്നവർ പറയുന്നു, പല കാര്യങ്ങളിലും പല തീരുമാനങ്ങളിലും പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടി തീരുമാനമെടുക്കുമ്പോഴും ഒക്കെ ഡോക്ടർ സിംഗിന് അത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിൽ നിന്നെല്ലാം മാറി നിന്ന് രാജ്യത്തിൻ്റെ നന്മയും രാജ്യത്തെ സാധാരണക്കാരായ ആളുകളുടെ ഉന്നതിയും പുരോഗതിയും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പല തീരുമാനങ്ങളും എടുത്തിരുന്നത് എന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത്. ഏതായാലും അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി എന്നുകൂടി ഡോക്ടർ സിംഗിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം 92-ാം വയസ്സിൽ വിടവാങ്ങുമ്പോഴും അദ്ദേഹത്തോട് ദയ കാണിക്കാനും അദ്ദേഹത്തെ ശരിയായ രീതിയിൽ വിലയിരുത്താനും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അതിൻ്റെ മൂല്യമനുസരിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. നവഭാരത ശില്പികളിൽ ഒരാൾ എന്ന നിലയിൽ ആയിരിക്കും ഒരുപക്ഷെ ഡോക്ടർ സിംഗ് ഭാവി തലമുറയ്ക്ക് മുന്നിൽ ഇനി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ഓർമ്മകളിലേക്ക് മറയുമ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ഓരോരുത്തർക്കും ഡോക്ടർ സിംഗിൻ്റെ വിലപ്പെട്ട സംഭാവനകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോ തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ തീർപ്പുകളിലും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണവും ചെയ്യുന്ന തരത്തിലുള്ള ഫലമുണ്ടാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ആ തീരുമാനങ്ങളെന്ന് അദ്ദേഹം ഉള്ളാലെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രകടനപരതയിൽ വിശ്വസിക്കാതിരുന്ന, ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലും വിശ്വസിക്കാതിരുന്ന, ഒരു തരത്തിലും തൻ്റെ മേന്മകളെ പൊലിപ്പിച്ച് കാണിക്കാതിരുന്ന,
അധിക സമയവും മൗനിയായിരിക്കുകയും ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെറുപുഞ്ചിരിയോടുകൂടി എല്ലാ വിമർശനങ്ങളെയും നേരിടുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈന്ദവ ഇതര സിഖ് മതത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി ആയ ഒരു ടേം പൂർത്തിയാക്കി രണ്ടാം ടേമിൽ വീണ്ടും പ്രധാനമന്ത്രിയാകാൻ ഭാഗ്യം സിദ്ധിച്ച പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം ആ അപൂർവ ഭാഗ്യം നേടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഓർമ്മയിൽ എല്ലാ കാലത്തും അദ്ദേഹം അമരൻ ആയിരിക്കും. അദ്ദേഹത്തിന് മരണമുണ്ടാകില്ല എന്ന് നമുക്ക് പറയാം. അമർ രഹോ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന മുദ്രാവാക്യം വിളികളാണ് ഈ യാത്രയയപ്പിൻ്റെ വേളയിൽ നമ്മൾ ഉയർന്നു കേട്ടത്. നിഗംബോധ് ഘട്ടിൽ അന്തിമോപചാരമൊക്കെ അർപ്പിച്ച ശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവർ പ്രണാമം അർപ്പിച്ച് പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇനി സംസ്കാര ചടങ്ങുകളുടെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.